ഉണ്ണീശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചത് മുതൽ അവിടുത്തെ ജനനം വരെ സന്തോഷവതിയായ മറിയത്തെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. കർത്താവിന്റെ ദാസിയായി സ്വയം സമർപ്പിക്കപ്പെട്ടത് മുതൽ സ്വയം സന്തോഷിച്ചും മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തിയും മറിയം ജീവിച്ചു. എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടിയതും മറിയം ആത്മാവാൽ നിറഞ്ഞ് സ്തോത്രഗീതം ആലപിച്ചതും ഇതിന് ഉദാഹരണമാണ്. അവസാനം ദൈവപുത്രന് ജന്മം നൽകി ആനന്ദത്തിന്റെ ഉയർച്ചയിലേക്ക് മറിയം മനുഷ്യരെ ആനയിച്ചു. ക്രിസ്മസ് ഏവർക്കും സന്തോഷം നൽകുന്ന അവസരമാണ്. ദൈവകുമാരന്റെ ജനനമാണ് അതിനെ പൂർത്തിയാക്കിയത്. മറിയം ആ സന്തോഷത്തിന് കാരണമായി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ലോകത്തെ അത്യധികം സ്നേഹിച്ച ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ ഒരാളുടെ സമ്മതം മാത്രം മതിയായിരുന്നു. അവളുടെ ആ സമ്മതത്തിൽ ലോക ചരിത്രം രക്ഷയിലേക്ക് നടന്നെടുത്തു. ആ സമ്മതം മറിയമായിരുന്നു. പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് കർത്താവായ ഈശോ. മറിയത്തിന്റെ സമാധാനവും സന്തോഷവും ഈശോയാണ്. ക്രിസ്മസിന്റെ കേന്ദ്ര ബിന്ദു മറിയത്തിൽ നിന്ന് ജാതനായി. ഈശോ മറിയത്തിന് നൽകിയ ക്രിസ്മസ് സമ്മാനം രക്ഷകന്റെ അമ്മ എന്ന സ്ഥാനമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും അനേകം ആളുകൾ പല ബുദ്ധിമുട്ടും വേദനയാലും ജീവിക്കുമ്പോൾ ഉണ്ണീശോയെ ഹൃദയത്തിൽ വഹിച്ച് മറിയത്തെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകുന്നവരാകാം. അതിനായി പരിശുദ്ധ അമ്മ ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.